ഒരു വ്യക്തി ഇവോൾവ്ഡായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയഘടനയാണ്. ഇതൊരു സന്ദേശമൊന്നുമല്ല, ഞാൻ ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കാം. ഞാൻ ഒരിക്കലും എന്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തത് അന്നേരം എന്ത് വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേട്ടല്ലോ, ഇതാണ് സുരേഷ് ഗോപി, പച്ചയായ മനുഷ്യൻ. എന്ത് മനസ്സിലുണ്ടോ അതങ്ങ് തുറന്നു പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളാണ്. ആ രാഷ്ട്രീയ രംഗത്ത് വന്ന പിന്നെ ആ ശത്രുത കൂടി എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ജീവിതവും രാഷ്ട്രീയവും സിനിമയും എല്ലാം ഒന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ള കാര്യം, മനസ്സിൽ തുറന്ന കാര്യങ്ങൾ തുറന്നു പറയും. അതുകൊണ്ട് തന്നെ BJP രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇത്രയും ശത്രുത ഏറ്റുവാങ്ങിയ വേറൊരു നേതാവുണ്ടോ എന്ന് പോലും സംശയം. ആ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് ശ്രദ്ധിച്ചറിയാം. നിങ്ങൾക്ക് എന്താണ് സുരേഷ് ഗോപിയെ പറ്റി തോന്നിയിട്ടുള്ളത്? എനിക്കധികം പറഞ്ഞ വാചകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്നതാണോ ഇതെല്ലാം എന്ന് സംശയമുണ്ടാക്കുന്നതാണ്. അങ്ങനെ നമുക്ക് അത്തരം ചില സംഭവങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. അതിനായി സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ നമുക്ക് തുടരാം. ആദ്യമായി ബംഗാളികളെ ഇവിടുന്ന് അടിച്ചോടി. പിന്നെന്തിനാ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാണെന്ന് പറയുന്നത്? ഇതിനാ ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്നത്? കേട്ടോ, സുരേഷ് ഗോപിക്ക് അല്ലാതെ ഇത്ര ധൈര്യത്തോടു കൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഈ ഒരു വിഷയം പറയൂ, ബംഗാളികളെ ഇവിടുന്ന് അടിച്ചോടിക്കണമെന്ന്? കാരണം നമുക്ക് ബംഗാളികളില്ലാത്ത ഒരു ദിവസത്തെ പറ്റി ആലോചിക്കാനേ പറ്റില്ല കേട്ടോ. എന്തിനും ഏതിനും അവർ വേണം അല്ലേ? കേരളത്തിൻ്റെ ഏത് ഗ്രാമപ്രദേശത്ത് ചെന്നാലും നോർത്ത് ഇന്ത്യൻസ് ഇല്ലാത്ത ഒരു മേഖലയില്ല. അവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കണമെന്ന് ഇത്രയും ധൈര്യപൂർവ്വം പറയാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവുമില്ല. അദ്ദേഹം അതിൻ്റെ വരായകളെ പറ്റി ഒന്നും ചിന്തിക്കുന്ന പോലുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും. ഇത് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന പടി ചില്ലറയൊന്നുമല്ല കേട്ടോ. The Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. I will not yield. Thank you. No. Please. No. Honorable. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കേട്ടോ, ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് സുരേഷ് ഗോപിയുടെ ഒരു കിടിലം പ്രസംഗം പാർലമെന്റിൽ. നമ്മുടെ രാധാകൃഷ്ണൻ MP ഉന്നയിച്ചൊരു പ്രശ്നത്തിന് മറുപടി കൊടുത്തതാണെന്നാണ് നമ്മുടെ അറിവ്. ആ സിനിമയിലെ ഡയലോഗാണ് പിന്നീട് കണ്ടത്. ഇത് രണ്ടും തമ്മിലൊന്ന് കൂട്ടി കണ്ടു നോക്കിയേ നമുക്കിതിലേതാണ് സുരേഷ് ഗോപി എന്നറിയില്ല. കാരണം സിനിമയിലെ കഥാപാത്രം ആവാഹിച്ച് കയറുകയാണ് അദ്ദേഹത്തിന്. അതാണ് സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സിനിമയെന്നോ ജീവിതമെന്നോ പാർലമെൻറ്റെന്നോ ഇതൊന്നും ഒരു ഭേദവുമില്ല. അദ്ദേഹം മനസ്സിലുള്ള വെട്ടി തുറന്ന് പറയും. സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്ന ആ ആർജവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം അദ്ദേഹം ആ ഡയലോഗിൻ്റെ മോഡുലേഷനിൽ, പ്രൊനൗൺസിയേഷനിൽ, ആ ഒരു വികാരത്തിലൊക്കെ പറയാൻ അതിഗംഭീരമാകുകയാണ്. ഒന്നും മറച്ചു വെക്കാൻ അറിയില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞെന്ന് വരില്ല. അതാണ് സുരേഷ് ഗോപി. എന്റെ വഴി എന്റെ അവകാശമാണ്. ഇത് കണ്ടപ്പോൾ പത്രപ്രവർത്തകർക്കും കാര്യം മനസ്സിലായി കാണും. സുരേഷ് ഗോപി മനസ്സിലുള്ളത് അപ്പടി കാണിക്കുന്നു. അത് തുറന്നു പറയാൻ മാത്രമല്ല എന്നുള്ളതും ഇപ്പം മനസ്സിലായി കാണും. പ്രാവശ്യം അദ്ദേഹം പിന്നെ ഫേസ് ചെയ്ത ബഡ്ജറ്റിലും 2019 വരെ ബഡ്ജറ്റിൽ ഈ സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അറിയുന്ന ഒരു വിമോചന സമര കാല പ്രത്യാഘാതം
മറ്റു പലതരത്തിലും മറ്റു പല ജില്ലകൾക്കും മുന്നോട്ട് വരാൻ സാധിച്ചെങ്കിൽ ഇതൊരു വലിയ അനന്ത സാധ്യത ഉണ്ട് എന്ന തോന്നലിൽ നിന്ന് രാജ്യത്തിന്റെ ഡിസൈനിങ്ങിന്റെ ഭാഗം കേരളം കൂടി ആണ്. ഔദാര്യം അല്ല, അതിന്റെ ഒരു കരുണയെങ്കിലും കേരളത്തിന് കിട്ടണം എന്ന് വിചാരിക്കുന്നിടത്ത് പുതുതായി ഒരു വ്യക്തമായ പശ്ചാത്തലം ഒരുങ്ങട്ടെ. പിന്നെ അത് വേൾഡ് ഹെറിറ്റേജ് എലമെന്റായിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത് എന്നുള്ളത് നോക്കട്ടെ. ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം, സ്വാതന്ത്ര്യമുള്ള പൂരം, ആസ്വാദകർക്ക്, ഇതിന്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള, അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം. ഇതിന് നമ്മുടെ നടൻ ജഗദീഷ് തന്നെ പ്രതികരിക്കട്ടെ. സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചല രൂപകൽപ്പനകൾ, അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും. ഇത്രയും സരസമായിട്ട് ജഗദീഷിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും ഇത്തരത്തിൽ പ്രതികരിക്കാനാവില്ല. ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും, അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? നിങ്ങൾ ആരാണ് മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. മാധ്യമാരാ ഏതാ ചാനല്? പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടി. ഈ കണ്ടതൊക്കെ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ്. ഇതിലേറെ കാണാനുണ്ട്, കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് അതെല്ലാം ഇവിടെ കാണിക്കുക എന്ന് പറയുന്നത് ഈ വീഡിയോൻ്റെ ലെങ്ത് ഒരു പക്ഷേ മണിക്കൂറുകളോളം വേണ്ടിവരും. പച്ചയായ മനുഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. ഉള്ളിലൊന്നു വെച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് മറ്റൊരു സുരേഷ് ഗോപിയാകാൻ കഴിയുകയില്ല. അത് അദ്ദേഹം നമ്മുടെ ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം തുറന്നു പറയുന്നത് പോലെ അതാണ് പച്ചയായ പരമാർത്ഥം. അങ്ങനെയാകണം. പക്ഷെ അങ്ങനെയാകുന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് നിങ്ങൾ പ്രേക്ഷകർ വിലയിരുത്തണം. കാരണം ഇന്ന് പറഞ്ഞത് നാളെ പറഞ്ഞില്ല എന്ന് പറയാനുള്ള കരുത്ത് വേണം, തൻ്റെ ഇടം വേണം, തൊലിക്കട്ടി വേണം. അത് സുരേഷ് ഗോപിക്കുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും വരുന്ന ആളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഒരു ബിറ്റ് കൂടെ നിങ്ങളെ കാണിച്ച് ഈ വീഡിയോ ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. മുഷ്ടി ചുരുട്ടരുത്. മുഷ്ടി ചുരുട്ടുന്നതിനോട് ഞാൻ എതിരാണ്. പക്ഷേ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം പ്രജകൾ. കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ്.